കേരളത്തിലെ ചരിത്രരചനാ ശാസ്ത്രത്തെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായി കരുതപ്പെടുന്ന കൃതി മൂഷകവംശ കാവ്യമാണ്. മൂഷകവംശ കാവ്യത്തിൻ്റെ കർത്താവ് അതുലനാണ്. മൂഷകവംശ രാജാവായ ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ. 11-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിലാണ് മൂഷകവംശ കാവ്യം രചിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ രാജവംശ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതി മൂഷകവംശ കാവ്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ കർത്താവ് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. 1498 മുതൽ CE 1583 വരെയുള്ള മലബാറിലെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോർച്ചുഗീസുകാർ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചിട്ടുമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പ്രതിപാദിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി ബീജാപ്പൂർ സുൽത്താനായിട്ടുള്ള അലി ആദിൽ ഷാക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരനായി കണക്കാക്കുന്നത് ഹെർമൻ കുണ്ടർഗിനെയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേരളപ്പഴമ. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ 1498 മുതൽ 1531 വരെയുള്ള ചരിത്രമാണ് കേരളപ്പഴമയിൽ പറയുന്നത്. തിരുവിതാംകൂർ ചരിത്രം എന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വൈക്കത്ത് പാച്ചുമൂത്തതാണ്. 1867 ഈ കൃതി അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ കേരള ചരിത്ര ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഈ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് MP ശങ്കുണ്ണി മേനോനാണ്. 1878 ഈ കൃതി അദ്ദേഹം രചിച്ചിരിക്കുന്നത്. മലബാറിൻ്റെ ബൃഹത്തായ ചരിത്രം വിവരിക്കുന്ന മലബാർ മാനുവലിൻ്റെ കർത്താവ് വില്യം ലോഗനാണ്. 1887 ഈ കൃതി അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരനായ മലബാർ കലക്ടറായിരുന്നു വില്യം ലോഗൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൻ്റെ കർത്താവ് നാഗമയ്യയാണ്. 1906 ഇത് നാഗമയ്യ എഴുതിയിരിക്കുന്നത്. കൊച്ചി സ്റ്റേറ്റ് മാനുവലിൻ്റെ കർത്താവ് C അച്യുത മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള എ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് KP പത്മനാഭ മേനോനാണ്. ഡച്ച് സഞ്ചാരിയായ കാൻഡർ വിഷറിൻ്റെ കത്തുകളെ ആധാരമാക്കിയിട്ടാണ് 4 വോള്യങ്ങളുള്ള ഈ കൃതി KP പത്മനാഭ മേനോൻ രചിച്ചിരിക്കുന്നത്. സാമൂതിരി രാജവംശത്തിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള വ്യക്തി KV കൃഷ്ണയ്യർ ആണ്. വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായിട്ടുള്ള രീതിയിൽ കേരള ചരിത്ര രചന ആരംഭിച്ച ചരിത്രകാരൻ ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ്. ചരിത്രകാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. കേരള ചരിത്രത്തെ ആസ്പദമാക്കി ഇളംകുളം കുഞ്ഞൻപിള്ള രചിച്ച കൃതി കേരള ചരിത്ര പഠനങ്ങൾ സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി എന്നുള്ളതാണ്. കേരള ചരിത്ര പഠനത്തിനുള്ള ആധികാരിക രേഖയാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതി. കേരളത്തിൻ്റെ പ്രാചീന കാലം മുതൽ പോർച്ചുഗീസ് കാലഘട്ടം വരെയുള്ള ചരിത്രം പ്രതിപാദിക്കുന്ന കേരള ചരിത്രം എന്ന കൃതി എഴുതിയിട്ടുള്ള കർത്താവുകൾ എന്ന് പറയുന്നത് MR രാഘവ വാര്യറും രാജൻ ഗുരുക്കളുമാണ്. അമ്മ വഴി കേരളം, വടക്കൻ പാട്ടുകളുടെ പണിയാല, മധ്യകാല കേരളം, സമ്പത്ത്, സമൂഹം, സംസ്കാരം, വായനയുടെ വഴികൾ എന്നീ കൃതികൾ രചിച്ചിട്ടുള്ളത് MR രാഘവ വാര്യരാണ്. മിത്തും സമൂഹവും എന്ന കൃതി രചിച്ചത് രാജൻ ഗുരുക്കളാണ്. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന കൃതി രചിച്ചത് MGS നാരായണനാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചിട്ടുള്ളത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൻ്റെ ആദിമകാലം തൊട്ടുള്ള സാംസ്കാരിക ചരിത്രം അനാവരണം ചെയ്യുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന കൃതി എഴുതിയിട്ടുള്ളത് PK ഗോപാലകൃഷ്ണനാണ്. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് PK ബാലകൃഷ്ണനാണ്. കേരളത്തിൻ്റെ ഇന്നലകൾ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് KN ഗണേശാണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കും മനസ്സും എന്ന കൃതി രചിച്ചിട്ടുള്ളത് KN ഗണേശാണ്. ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് ഇൻ കേരള എന്ന കൃതി രചിച്ചത് കേശവൻ വെളുത്താട്ടാണ്. രേഖകളില്ലാത്ത ചരിത്രത്തിൻ്റെ കർത്താവ് P ആണ്ടലാട്ടാണ്. ശക്തൻ തമ്പുരാൻ എന്ന കൃതിയുടെ കർത്താവ് പുത്തേഴത്തു രാമൻ മേനോനാണ്. മിഡീവൽ കേരള എന്ന കൃതിയുടെ കർത്താവ് PKS രാജയാണ്. ബർത്ത് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ അഥവാ ഇന്ത്യൻ നാഗരികതയുടെ ജനനം എന്ന കൃതി രചിച്ചത് ബ്രിഡ്ജറ്റ് ആൻഡ് അൾച്ചിൻ ആണ്. എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത്, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഗോൾഡൻ ചൈൽഡ് ആണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് MGS നാരായണനാണ്. ദി ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയുടെ കർത്താവ് റോബിൻ ജെഫ്രിയാണ്. കേരള ചരിത്രത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ഗ്രന്ഥമാണ് ജനതയും ജനാധിപത്യവും. ഇത് എഴുതിയിരിക്കുന്നത് സണ്ണി M കപ്പിക്കാടാണ്.
കേരള ചരിത്രത്തെക്കുറിച്ചറിയാനുള്ള സോഴ്സുകൾ അഥവാ ഉപാദാനങ്ങളെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പുരാവസ്തുക്കളാണ്. പുരാവസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനം ആർക്കിയോളജിയാണ്, പുരാവസ്തു ശാസ്ത്രമാണ്. പുരാവസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനത്തെ ചരിത്രത്തിൻ്റെ തോഴി എന്നും വിളിക്കുന്നുണ്ട്. ആർക്കിയോളജിയെ ചരിത്രത്തിൻ്റെ തോഴി എന്നും വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1861. ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ASI സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് വൈസ്രോയാണ് കാനിങ് പ്രഭു. കേരള ചരിത്രത്തിൻ്റെ സോഴ്സുകളിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗമാണ് സ്മാരകങ്ങൾ. ശവകുടീരങ്ങളുമായി ബന്ധപ്പെട്ട വലിയ കല്ലുകളുടെ സ്മാരകങ്ങൾ അറിയപ്പെടുന്നത് മഹാശിലായുഗ സംസ്കാരം, മെഗാലിത്തിക് കൾച്ചർ എന്ന പേരിലാണ്. ഇത് ശ്മശാന ശിലാസംസ്കാരം അഥവാ ബറിയൽ കൾച്ചർ എന്നും കുത്തുകൽ മണ്ഡപം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ അവശിഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കല്ലറകൾ, നന്നങ്ങാടികൾ, പുലച്ചിക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, കുടക്കല്ലുകൾ, ശിലാനിർമ്മിതമായ ഗുഹകൾ, ഡോൾമെൻറ്റ്, സിസ്റ്റ്, വീരക്കല്ലുകൾ, അണ്ടർഗ്രൗണ്ട് കേവ്സ്, ഹുഡ് സ്റ്റോൺ എന്നിവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ അവശിഷ്ടങ്ങളാണ്. കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് VD കൃഷ്ണസ്വാമിയാണ്. 1946 തിരുവനന്തപുരത്തിനടുത്തുള്ള പുളിമാത്തിലാണ് അദ്ദേഹം പുരാവസ്തു ഉത്ഖനനം നടത്തിയത്. കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ ദേവികുളത്തുള്ള മറയൂർ, തൃശ്ശൂരിലുള്ള പോർക്കളം, ഇരിങ്ങാലക്കുടയിലുള്ള പഞ്ചപ്പള്ളി, തൃശ്ശൂരിലുള്ള ഈയാൽ, നീലേശ്വരത്തുള്ള ഉമിച്ചിപ്പൊയിൽ, കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ പറമ്പ് എന്നിവയാണ്. അരിക്കമേട്ടിൽ പുരാവസ്തു ഉത്ഖനനം നടത്തിയത് മോർട്ടിമർ വീലറാണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ പുരാവസ്തു ഉത്ഖനനം നടത്തിയത് അനുജൻ അച്ഛൻ. 1946 അദ്ദേഹം ഇവിടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത്. ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങളും മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത മഹാശിലായുഗ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ പോർക്കളത്തിലാണ് കേട്ടോ. മലബാറിലെ പ്രധാനപ്പെട്ട നവീന ശിലായുഗ മഹാശിലായുഗ സ്മാരകം എടക്കൽ ഗുഹയാണ്. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹയിൽ ആദ്യമായിട്ട് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ആരംഭിച്ചത് ഫ്രെഡ് ഫോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. 1901 അദ്ദേഹം ആദ്യമായിട്ട് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം എടക്കൽ ഗുഹയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ലേഖനം പിൽക്കാല ഉത്ഖനനങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ മലബാർ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു ഫ്രെഡ് ഫോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. എടക്കൽ ഗുഹ വയനാട്ടിലെ നെന്മേനി എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷനാണ് പട്ടണം എക്സ്കവേഷൻ. 1000 BCയിലെ കേരളത്തിലെ അധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ചിട്ടും കേരളവും വിദേശ രാജ്യങ്ങളുമായുള്ള കച്ചവട ബന്ധത്തിലേക്കും വെളിച്ചം വീശുന്ന രേഖകൾ പട്ടണം എക്സ്കവേഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ പാറകൾ തുരന്നുള്ള ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഗുഹാക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള രാജാവ് പല്ലവ രാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മനായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രങ്ങൾ കവിയൂർ ക്ഷേത്രവും അത് ആലപ്പുഴയിലാണുള്ളത്. കല്ലിൽ ക്ഷേത്രവും പെരുമ്പാവൂരിലാണ് കല്ലിൽ ക്ഷേത്രം ഉള്ളത്. പള്ളികളെ കുറിച്ചിട്ട് നോക്കാം. ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഈ പള്ളിയിൽ വാസ്കോഡഗാമയെ അടക്കം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 8 ജൂത ദേവാലയങ്ങളാണ് ആകെയുള്ളത്. ഇതിലേറ്റവും പഴക്കം ചെന്ന ജൂത ദേവാലയം എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയാണ്. 1567 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ. കൊട്ടാരങ്ങളെ കുറിച്ചിട്ട് നോക്കാം. മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിലുണ്ട്. കേരളീയ ശൈലിയിലാണ് മട്ടാഞ്ചേരിയിൽ ഡച്ച് കൊട്ടാരം പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ളത്. CE 1555 നിർമ്മിച്ച് അന്നത്തെ കൊച്ചി രാജാവായിട്ടുള്ള വീര കേരളവർമ്മക്ക് സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം കായംകുളം പിടിച്ചെടുത്തതിന് ശേഷമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഗജേന്ദ്രമോക്ഷം കഥയെ ഉദാഹരിക്കുന്ന ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ചുമരുകളെ അലങ്കരിക്കുന്നുണ്ട്. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള ദളവയുടെ മേൽനോട്ടത്തിലാണ് കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം മാർത്താണ്ഡവർമ്മ നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ഈ കൊട്ടാരത്തിലാണ്. തമിഴ്നാട്ടിലാണെങ്കിലും കേരള സർക്കാർ ഭരണം നടത്തുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. ഇത് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം
പത്മനാഭപുരം കൊട്ടാരമാണ് കേട്ടോ. പത്മനാഭപുരം കൊട്ടാരം നിർമ്മിച്ചത് ഇരവിപിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ്. 1592 മുതൽ 1609 കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നു രാജാവായിരുന്നു ഇദ്ദേഹം. 1601 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയതെന്ന് കരുതപ്പെടുന്നുണ്ട്. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ബോൾഗാട്ടിയുടെ പ്രാദേശിക നാമം മുളവുകാട് എന്നാണ്. ഇത് പോഞ്ഞിക്കര എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരത്തെ അനന്തവിലാസം കൊട്ടാരം പണി കഴിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. തിരുവനന്തപുരത്തെ പുത്തൻ മാളിക പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. ബ്രിട്ടീഷ് റെസിഡൻറ്റ് കല്ലൻ്റെ എതിർപ്പ് അവഗണിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ നിലയ്ക്ക് ചുറ്റുമുള്ള കുതിരകളുടെ രൂപത്തിലുള്ള ദാരുശില്പങ്ങൾ കാരണം ഇതിന് കുതിരമാളിക എന്നും പേരുണ്ട്. പുത്തൻ മാളികക്ക് കുതിരമാളിക എന്നും പേരുണ്ട്. മന്ദിരത്തിൻ്റെ ഭാഗമായ അമ്പാരി മുഖപ്പിലിരുന്നാണ് ഇദ്ദേഹം വിശിഷ്ടമായ പല കൃതികളും രചിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് വർഷം തോറും സ്വാതി സംഗീതോത്സവം നടക്കുന്നത്. തിരുവനന്തപുരത്തെ കൃഷ്ണവിലാസം കൊട്ടാരം നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ശംഖുമുഖം കൊട്ടാരം നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാളാണ്. വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാൻ 1900 നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഇതിനു സമീപം പിൽക്കാലത്ത് നിശാഗന്ധി, സൂര്യകാന്തി എന്നീ ഓപ്പൺ എയർ ഓഡിറ്റോറിയങ്ങളും നിർമ്മിച്ചു. കോയിക്കൽ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് ഉമയമ്മ റാണിയാണ്. ഇപ്പോൾ ഫോക്ലോർ മ്യൂസിയവും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയവും പ്രവർത്തിക്കുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കൊച്ചി രാജാവിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു. ഇനി ഫോർട്ട് അഥവാ കോട്ടകളെ കുറിച്ചിട്ട് പറയാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. ഇത് ഫോർട്ട് മാനുവൽ എന്നറിയപ്പെടുന്നുണ്ട്. 1503 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഷഡ്കോണാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. പോർച്ചുഗീസ് രാജാവായിട്ടുള്ള ഡോം മാനുവലിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫോർട്ട് മാനുവൽ എന്നും അറിയപ്പെടുന്നു. ഇതിന് ആയിക്കോട്ടയെന്നും അഴിക്കോട്ടയെന്നും പേരുണ്ട്. കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. 1523 ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് മൈസൂർ സുൽത്താൻ ഹൈദരലിയാണ്. ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 1766 നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ത്രികോണാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇത് ചതുരാകൃതിയിലുള്ള ചെങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴുതുകളുള്ള ഉയർന്ന കൂറ്റൻ ഭിത്തികളും അതുപോലെ ഇരുപാർശ്വങ്ങളിലും ഉറച്ച കൊത്തളങ്ങളും കടലിലേക്കുള്ള രഹസ്യമാർഗങ്ങളുമാണ് തലശ്ശേരി കോട്ടയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ഇക്കേരി രാജാവായിട്ടുള്ള ശിവപ്പ നായ്ക്കാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബദനൂർ നായ്ക്കന്മാരെ തോൽപ്പിച്ച് ഹൈദരലി ബേക്കൽ കോട്ട പിടിച്ചെടുത്തു. ടിപ്പുവിൻ്റെ മലബാർ പടയോട്ട കാലത്ത് ഇതൊരു പ്രധാന പട്ടാള താവളമായിരുന്നു. 1799 ടിപ്പു കൊല്ലപ്പെട്ടതോടെ കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അഞ്ചുതെങ്ങിലെ കോട്ട ഫോർട്ട് ആൻജങ്ങോ നിർമ്മിച്ചത് ഇംഗ്ലീഷുകാരാണ്. ആറ്റിങ്ങൽ റാണിയിൽ നിന്നാണ് ഇവർക്ക് ഈ സ്ഥലം ലഭിച്ചത്. 1695 അഞ്ചുതെങ്ങിലെ കോട്ട അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഫോർട്ട് വില്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ചേറ്റുവായിലെ കോട്ട നിർമ്മിച്ചത് ഡച്ച് ഗവർണറായിട്ടുള്ള വാൻഡീഡാണ്. മലബാറിലെ ഏറ്റവും പ്രബലമായ കോട്ടയായി ഡച്ച് സഞ്ചാരിയായ കാൻഡർ വിഷർ വിശേഷിപ്പിച്ചത് ഈ കോട്ടയെയാണ്. തേക്ക് കൊണ്ടാണ് ഈ കോട്ടയുടെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത്. കന്യാകുമാരിക്കടുത്തുള്ള വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡി ലയോനിയാണ് ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്നത്. മൈസൂർ പടയോട്ടത്തെ ചെറുക്കാൻ കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് മുനമ്പം മുതൽ ആനമല വരെ കേരളത്തിന് കുറുകെ നിർമ്മിച്ചതാണ് നെടുങ്കോട്ട. ഇത് നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. കോഴിക്കോട്ടെ ചാലിയം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ നെഞ്ചിനു നേരെ നീട്ടിയ കഠാരി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ശിലാലിഖിതങ്ങളെക്കുറിച്ചിട്ട് നോക്കാം. ശിലാലിഖിതങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എപ്പിഗ്രഫി, ശിലാലിഖിത ശാസ്ത്രം. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ശിലാലിഖിതങ്ങളിലധികവും എഴുതപ്പെട്ടിരിക്കുന്ന ലിപി വട്ടെഴുത്ത് ലിപിയാണ്. കേരളത്തിലെ ശിലാലിഖിതങ്ങളെക്കുറിച്ചിട്ട് ആദ്യമായി പഠനം ആരംഭിച്ചത് പ്രൊഫസർ സുന്ദരം പിള്ളയാണ്. 1894 അദ്ദേഹം പഠനം ആരംഭിച്ചിട്ടുള്ളത്. കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച വർഷം 1899. ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് പ്രസിദ്ധപ്പെടുത്തുവാൻ ആരംഭിച്ച വർഷം 1910. മലബാറിലെ ശിലാലിഖിതങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം ആദ്യമായിട്ട് ആരംഭിച്ചത് ചരിത്ര പണ്ഡിതന്മാരായ സെവലും ബാബിങ്ടണും ചേർന്നാണ്. വാഴപ്പിള്ളി ശാസനം രാജശേഖരവർമ്മ കുലശേഖരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശാസനം വാഴപ്പിള്ളി ശാസനമാണ്. കൂടൽ മാണിക്യം ക്ഷേത്രശാസനം
സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റേതാണ്. തരിസാപ്പള്ളി ശാസനം അയ്യനടികൾ തിരുവടികൾ എന്ന വേണാട്ടു രാജാവിൻ്റേതാണ്. കുലശേഖര രാജാവായിട്ടുള്ള സ്ഥാണു രവിയുടെ 5ാം ഭരണവർഷമാണ് ഈ ശാസനം പുറപ്പെടുവിച്ചത്. തീയതി കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യ ശാസനമാണിത്. 849 സിയിലാണ് ഈ ശാസനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുരക്കേണി കൊല്ലത്ത് പള്ളി പണിയാൻ സിറിയൻ ക്രിസ്ത്യൻ പ്രമാണിയായിട്ടുള്ള മരുവാൻ സപ്പീർ ഈശോക്ക് വസ്തുവകകൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. ദേവദാസിമാരെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശാസനം ചോക്കൂർ ശാസനമാണ്. കുലശേഖര രാജാവായിട്ടുള്ള ഗോദരവിവർമ്മയുടെ ശാസനമാണിത്. പ്രശസ്തമായ ജൂതശാസനം ഭാസ്കര രവിവർമ്മ കുലശേഖരൻ്റേതാണ്. ജൂത പ്രമാണിയായിട്ടുള്ള ജോസഫ് റബ്ബാന് ചുങ്കവും മറ്റു ചില നികുതികളും പിരിക്കാനുള്ള 72 അവകാശങ്ങളോടുകൂടി 5 വണ്ണ സ്ഥാനം നൽകുന്ന ശാസനമാണ് ഈ ശാസനം. CE 1000 ഈ ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓണത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ശാസനം മേച്ചേരി ഇല്ലം ശാസനമാണ് കേട്ടോ. സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റേതാണ് മേച്ചേരി ഇല്ലം ശാസനം. വിഷുവിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യ ശാസനം തൃക്കൊടിത്താനം ശാസനമാണ്. ഭാസ്കര രവിവർമ്മ കുലശേഖരൻ്റെ ശാസനമാണ് തൃക്കൊടിത്താനം ശാസനം. പ്രശസ്ത ചരിത്ര പണ്ഡിതനായിട്ടുള്ള ഇളംകുളം കുഞ്ഞൻപിള്ള ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്ന് വിശേഷിപ്പിച്ച ശാസനം പാലിയം ശാസനമാണ്. ആയി രാജാവായിട്ടുള്ള വിക്രമാദിത്യ വരഗുണൻ്റെ ശാസനമാണ് പാലിയം ശാസനം. ചരിത്രകാരനായ MGS നാരായണൻ കേരളക്കരയിലെ അശോക ശിഷ്യൻ എന്ന് വിശേഷിപ്പിച്ച ആയി രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ. കലിവർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പഴയ ശാസനമാണ് ഹജൂർ ശാസനം. ഇത് ആയി രാജാവായിട്ടുള്ള കരുനന്ദടക്കൻ്റെ ശാസനമാണ്. കൊല്ലവർഷത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ ശാസനം വേണാട്ട് രാജാക്കന്മാരുടെ പനങ്കാവിൽ കൊട്ടാരത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്ന ശാസനം എന്നിവയെല്ലാം മാമ്പള്ളി ശാസനമാണ് കേട്ടോ. CE 866 മാമ്പള്ളി ശാസനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേണാട്ടു രാജാവായിട്ടുള്ള ശ്രീ വല്ലഭ കോതയുടെ ശാസനമാണ് മാമ്പള്ളി ശാസനം. ഇരവികോർത്തൻ എന്ന സിറിയൻ ക്രിസ്ത്യൻ പ്രമാണിക്ക് മണിഗ്രാമ പട്ടവും ചേരനാട്ടിലെ ഉലകപ്പെരും ചെട്ടി എന്ന പദവിയും വിദേശ വ്യാപാരത്തിനുള്ള കുത്തകയും നൽകുന്ന ശാസനമാണ് പെരുമ്പടപ്പ് രാജാവായ വീരരാഘവൻ്റെ സിറിയൻ ക്രിസ്ത്യൻ ശാസനം. ഇത് 1225 ഈ ശാസനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന അശോക ചക്രവർത്തിയുടെ ശാസനം അശോകൻ്റെ 2ാം നമ്പർ ശാസനവും 13ാം നമ്പർ ശാസനവുമാണ് കേട്ടോ. ഇനി AD 1801 തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത ഒരു രേഖയിൽ ഒരു ശാസ്ത്രബാഹ്യൻ നശിപ്പിച്ച ഒരു ക്ഷേത്രം ശക്തൻ തമ്പുരാൻ 2ാമതായി പണി കഴിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ശാസ്ത്രബാഹ്യൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ടിപ്പു സുൽത്താനെയാണ്. കേരളത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ശാസനമാണ് പഹ്ലവി ശാസനം. 20 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയും സെൻറ്റ് തോമസ് കുരിശിൻ്റെ ആകൃതിയുമുള്ള ഒരു ഫലകത്തിൽ കൊത്തിയ ശാസനമാണ് പഹ്ലവി ശാസനം. നാണയങ്ങളെക്കുറിച്ചിട്ട് നോക്കാം. നാണയങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ നാണയങ്ങൾ മുദ്രിത നാണയങ്ങളാണ്. പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ്. കേരളത്തിലെ ഏറ്റവും പഴയ നാണയം രാശിയാണ്. ഇത് പരശുരാമ സൃഷ്ടിയാണ് എന്ന് കരുതപ്പെടുന്നു. 400 മില്ലിഗ്രാം സ്വർണ്ണമാണ് ഇതെന്നും കരുതപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത സിലോൺ നാണയങ്ങൾ അറിയപ്പെടുന്നത് ഈഴക്കാശ് എന്ന പേരിലാണ്. ചോളന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ ആനയച്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡ്യന്മാരുടെ നാണയങ്ങളാണ് തുളുക്കാശ്. കോലത്തിരി രാജാവിൻ്റെയും സാമൂതിരിയുടെയും നാണയങ്ങളാണ് പണം. തിരുവിതാംകൂറിലെ ഏറ്റവും പഴയ നാണയങ്ങളാണ് കലിയുഗരായൻ പണം. തിരുവിതാംകൂർ രാജാക്കന്മാർ ഇറക്കിയിരുന്ന സ്വർണ്ണ നാണയങ്ങളാണ് അനന്തവരാഹനും അനന്തരായനും. പ്രാചീന തമിഴകത്തെ നാണയമാണ് ഹൺ. ഇക്കേരി നായ്ക്കന്മാരുടെ നാണയങ്ങളാണ് ഇക്കേരി പണം, ഇക്കേരി വരാഹൻ എന്നിവ. പോർച്ചുഗീസുകാരുടെ നാണയമാണ് പത്താക്ക്. ഇതിൽ തോമാ ശ്ലീഹയുടെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. മയ്യഴിയിലെ ഫ്രഞ്ച് പ്രദേശങ്ങൾക്ക് വേണ്ടി ഫ്രഞ്ചുകാർ ഇറക്കിയിരുന്ന നാണയമാണ് മാഹി പണം. മൈസൂർ സുൽത്താൻമാരുടെ നാണയങ്ങളാണ് സുൽത്താൻ കാശ്. കേരള ചരിത്രവും വിദേശികളും. കേരളത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. BC 4ാം നൂറ്റാണ്ടിൽ മൗര്യ രാജാവായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസിഡറായിരുന്നു മെഗസ്തനീസ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക. റോമാക്കാരുടെ കേരളവുമായുള്ള കച്ചവട ബന്ധത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതി സ്ട്രാബോ എഴുതിയ ഭൂമിശാസ്ത്രമാണ് കേട്ടോ. സ്ട്രാബോയുടെ ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് റോമാക്കാരും കേരളവുമായിട്ടുള്ള കച്ചവട ബന്ധത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ കൃതി. ഇനി
C21 സ്ട്രാബോ ഭൂമിശാസ്ത്രം എഴുതിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ റോമൻ കൃതിയാണ് നാച്ചുറൽ ഹിസ്റ്ററി. റോമൻ ഹിസ്റ്റോറിയൻ ആയിട്ടുണ്ടായിരുന്ന പ്ലിനിയാണ് നാച്ചുറൽ ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. C77 ഈ പുസ്തകം രചിച്ചത്. കേരളവും റോമുമായിട്ടുള്ള കച്ചവട ബന്ധത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന കൃതിയാണ് പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ. ചെങ്കടലിലൂടെയുള്ള ഭൂപര്യടനം എന്നാണ് ഇതിൻ്റെ മലയാളം മീനിങ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരെ ഈ കൃതിയിൽ പറയുന്നത്, കേരളത്തിലെ രാജാവിനെ പറയുന്നത് കേരബൊത്രാസ് എന്നും ആണ് പറഞ്ഞിട്ടുള്ളത്. C90 ഈ കൃതി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് എഴുതിയ ആളെ കുറിച്ചിട്ട് വിവരങ്ങളൊന്നും ലഭ്യമല്ല. അജ്ഞാത യവന നാവികൻ എഴുതിയിട്ടുള്ള കൃതിയാണ് പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ. ഈ കൃതിയിൽ കേരളത്തിനെ ലിമുറിക്ക എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഉൾനാടൻ കച്ചവട കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് ടോളമിയാണ്. C125 ഈ പുസ്തകം എഴുതിയത്. സ്ട്രാബോയുടെ ഭൂമിശാസ്ത്രം ജിയോഗ്രഫി എഴുതിയിട്ടുള്ളത് C21 കേട്ടോ. C125 എഴുതിയിട്ടുള്ള മറ്റൊരു ഭൂമിശാസ്ത്രം ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് ടോളമിയാണ് കേട്ടോ. കേരളത്തിലെ ഉൾനാടൻ കച്ചവട കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് ടോളമി പറയുന്നത്. സ്ട്രാബോ എഴുതിയിരിക്കുന്നത് കേരളവുമായിട്ടുള്ള റോമാക്കാരുടെ കച്ചവട ബന്ധത്തെക്കുറിച്ചിട്ടാണ്. AD 3-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റസ് ചക്രവർത്തി കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ച ദേവാലയത്തെയും അവിടെ വിന്യസിച്ചിരുന്ന റോമൻ സൈന്യത്തെയും കുറിച്ചിട്ടുള്ള തെളിവുകൾ നൽകുന്ന റോമൻ ഭൂപടങ്ങളാണ് പ്യൂട്ടിംഗർ പട്ടിക. റോമിലെ ചുമർചിത്രങ്ങളിൽ നിന്നാണ് ഇത് പകർത്തിയെടുത്തത്. ഭാരതീയ ക്രിസ്തുമത വിവരണങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന കൃതി. ഇത് രചിച്ചിട്ടുള്ളത് കോസ്മോസ് ഇൻഡിക്കോ പ്രീസ്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തെക്കുറിച്ചിട്ട് പരാമർശിച്ച ആദ്യത്തെ ചൈനീസ് ഗ്രന്ഥകാരൻ ചൗജൂക്വ ആണ് കേട്ടോ. കായംകുളം, കോഴിക്കോട്, ഏഴിമല എന്നീ കച്ചവട കേന്ദ്രങ്ങളെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ചൈനീസ് കൃതിയായ താവോയി ചിലി എഴുതിയിട്ടുള്ളത് വാങ് താ യുവാനാണ്. ദ്വീപുകളിലെ അപരിഷ്കൃത ജനങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരണം എന്നാണ് താവോയി ചിലിയുടെ അർത്ഥം. 1330-നും 1349-നും ഇടയിൽ നിരവധി വിദേശ രാജ്യങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചിരുന്നു. ചാവേറ്റുപടയെക്കുറിച്ചിട്ട് ആദ്യമായി പരാമർശിച്ച വിദേശിയാണ് അബു സെയ്ദ്. അറബ് സഞ്ചാരിയായി ഇദ്ദേഹം കേരളം സന്ദർശിച്ചത് 915 കൊച്ചിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ വിദേശ സഞ്ചാരിയാണ് മാഹ്വാൻ. ഇദ്ദേഹം കൊച്ചി സന്ദർശിച്ചത് 1412 കേട്ടോ. കൊല്ലം നഗരത്തെക്കുറിച്ചിട്ട് എഴുതിയ ആദ്യ വ്യക്തി സുലൈമാനാണ്. അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ. അദ്ദേഹം സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റെ കാലത്താണ് കേരളം സന്ദർശിച്ചത്. C851 ഈ കേരളം അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത്. പ്രശസ്ത വെനീഷ്യൻ സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ കേരളം സന്ദർശിച്ചത് 13-ാം നൂറ്റാണ്ടിലാണ്, 1293 കേട്ടോ. ആഫ്രിക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത കേരളം സന്ദർശിച്ചത് സാമൂതിരിയുടെ കാലഘട്ടത്തിലാണ്. ഇബ്നു ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ അഥവാ 1342 കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇദ്ദേഹം 1342 മുതൽ 47 വരെ 6 തവണ കോഴിക്കോട് സന്ദർശിച്ചിട്ടുണ്ട്. അറബ് സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കേരളം സന്ദർശിച്ചത് സാമൂതിരിയുടെ കാലത്താണ്. ഇദ്ദേഹം 1442 കോഴിക്കോട് സന്ദർശിച്ചത്. പേർഷ്യയിലെ ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നത്. മലബാർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വിദേശ സഞ്ചാരിയാണ് അൽബിറൂണി. ഇദ്ദേഹം സംസ്കൃതം ഉൾപ്പെടെ പല ഭാഷകൾ പഠിച്ച പണ്ഡിതനായിരുന്നു. ഒരു ഒട്ടകത്തിന് ചുമക്കാനുള്ളത്ര ഗ്രന്ഥങ്ങൾ രചിച്ച വ്യക്തിയാണ് അൽബിറൂണി. വിദേശ സഞ്ചാരികൾ മലബാറിനെ വിശേഷിപ്പിച്ചത് കുരുമുളകിൻ്റെ നാട് എന്ന പേരിലാണ്. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുള്ള ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് ഫ്രിയാർ ജോർദാനസ്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ. 1324 മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഫ്രിയാർ ജോർദാനസ് രചിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഡ്വാർട്ടെ ബർബോസ. 1500 മുതൽ 1516 വരെ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡ്വാർട്ടെ ബർബോസ. ഇദ്ദേഹം അവസാനത്തെ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനെക്കുറിച്ചിട്ടും പരാമർശിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് മലയാള ഭാഷ അറിയാമായിരുന്നു കേട്ടോ. മലബാറിൻ്റെ ചരിത്രം എന്ന കൃതി എഴുതിയിട്ടുള്ള പോർച്ചുഗീസ് പാതിരിയാണ് ഡിയോഗോ ഗോൺസാൽവിസ്. 1615 ഈ കൃതി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഉദയംപേരൂർ സൂനഹദോസിനെ കുറിച്ചിട്ട് സമഗ്ര വിവരണം ഈ കൃതി നൽകുന്നുണ്ട്. 1800 കേരളം സന്ദർശിച്ച സ്കോട്ടിഷ് സഞ്ചാരിയാണ് ഫ്രാൻസിസ് ബുക്കാനൻ.
1800 ഏപ്രിൽ 22-നാണ് അദ്ദേഹം മലബാറിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. മദിരാശിയിൽ നിന്ന് മൈസൂർ, കർണാടകം എന്നീ സ്ഥലങ്ങൾ വഴി 1801 ജൂലൈ 6 അദ്ദേഹം മലബാറിലെത്തി. ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം 1807 ലണ്ടനിൽ വെച്ച് 3 വോള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. ഇനി സാഹിത്യകൃതികളെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകമാണ് കേട്ടോ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ മുത്താണ് ചൗർണേയം. കാർത്യായനൻ കേരളത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നത് BC 300 കേട്ടോ. ശുഗ സന്ദേശത്തിൻ്റെ കർത്താവ് ലക്ഷ്മീദാസനാണ്. ശിവവിലാസം എന്ന കൃതിയുടെ കർത്താവ് ദാമോദര ചാക്യാറാണ്. ഇദ്ദേഹം ഓടനാട് ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യനായിരുന്നു. കേരളത്തിൻ്റെ പ്രാചീന കാല ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങൾ സമാഹരിക്കപ്പെട്ട മലയാള കൃതിയാണ് കേരളോൽപ്പത്തി. കേരളോൽപ്പത്തി പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർഗ്, ചേലനാട്ട് അച്യുതമേനോൻ, മാനവിക്രമരാജ എന്നിവർ കൂടിയാണ്. കേരളോൽപ്പത്തിയിൽ കേരളത്തിൻ്റെ രൂപീകരണം പരശുരാമ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ് പരശുരാമ കഥ കടം കൊണ്ടത്. ഹെർമൻ ഗുണ്ടർഗ് കേരളോൽപ്പത്തി പ്രസിദ്ധീകരിച്ച വർഷം 1843. കേരളത്തിൽ മധ്യകാലഘട്ടത്തിൽ രാജവംശങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും തറവാടുകളുടെയും എഴുത്തുകുത്തുകളും അതുപോലെ തന്നെ വ്യവഹാരങ്ങളും ഉൾക്കൊള്ളുന്ന രേഖകൾ അറിയപ്പെടുന്നത് ഗ്രന്ഥവരികൾ എന്ന പേരിലാണ്. കേരള ചരിത്ര പരാമർശമുള്ള സാഹിത്യകൃതികളും അതിൻ്റെ കർത്താക്കളെക്കുറിച്ചിട്ട് നോക്കാം. സംസ്കൃത കൃതികളാണ് ആദ്യം നോക്കുന്നത്. ഐതരേയ ആരണ്യകം എഴുതിയിട്ടുള്ളത് സായണൻ ആണ്. വാൽമീകി രാമായണം എഴുതിയിട്ടുള്ളത് വാൽമീകിയാണ്. മഹാഭാരതം വേദവ്യാസനാണ് എഴുതിയിട്ടുള്ളത്. രഘുവംശം കാളിദാസൻ. കാമസന്ദേശം മാതൃദത്തൻ. സുഭഗ സന്ദേശം നാരായണൻ. മയൂരദൂതം ഉദയൻ. ഭ്രമര സന്ദേശം വാസുദേവൻ. വഞ്ചി മഹാരാജസ്തവം എഴുതിയിട്ടുള്ളത് അശ്വതി തിരുനാളാണ്. അലങ്കാരഭൂഷണം കല്യാണ സുബ്രഹ്മണ്യനാണ് എഴുതിയിട്ടുള്ളത്. വസുലക്ഷ്മി കല്യാണം എഴുതിയിട്ടുള്ളത് വെങ്കിട സുബ്രഹ്മണ്യനാണ്. തമിഴ് കൃതികളാണ്. തിരുവായ്മൊഴി എഴുതിയിട്ടുള്ളത് നമ്മാൾവാർ ആണ്. അടുത്തത് തക്കയാഗപ്പരണി എഴുതിയിട്ടുള്ളത് ഒട്ടക്കുത്തനാണ്. ജൈനമതവും ബുദ്ധമതവും രണ്ടിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ജൈന ബുദ്ധ മതങ്ങൾ കേരളത്തിലേക്ക് വ്യാപിച്ചത് BC 3-ാം നൂറ്റാണ്ടിലാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈന കേന്ദ്രമാണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണ്ണാമതിലകം. ജൈന ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് ജൈന ബസ്തികൾ എന്ന പേരിലാണ്. 1-ാമത്തെ ജൈന തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. 8-ാമത്തെ ജൈന തീർത്ഥങ്കരൻ ചന്ദ്രനാഥനാണ്. കേരളത്തിലേക്ക് കലപ്പ എത്തിച്ചത് ബുദ്ധമത അനുയായികളാണ്. പള്ളി എന്ന പദം ഏത് മതവുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ബുദ്ധമതവുമായിട്ടാണ് പള്ളി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ബുദ്ധമത അനുയായികൾ. പള്ളിക്കൂടം, എഴുത്തുപള്ളി എന്നീ പദങ്ങളിലെ പള്ളി ശബ്ദം ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിരുന്നു ശ്രീമൂലവാസം. ശ്രീമൂലവാസം ക്ഷേത്രത്തിന് സംരക്ഷണം നൽകിയിരുന്ന ആയി രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ. പാലിയം ചെപ്പേട് ഇതിനെക്കുറിച്ചിട്ടാണ് വിവരണം നൽകുന്നത്. സംസ്കൃത കോശഗ്രന്ഥമായിട്ടുള്ള അമരകോശത്തിൻ്റെ കർത്താവ് അമരസിംഹനാണ്. ഇദ്ദേഹം ബുദ്ധമത അനുയായിയായിരുന്നു. കേരളത്തിൽ ഊഹക്കച്ചവടം തുടങ്ങിയത് ജൂതന്മാരാണ്. സെൻറ്റ് തോമസിൻ്റെ കേരള സന്ദർശനത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം CE 52 കേട്ടോ. സെൻറ്റ് തോമസ് ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കര എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്താണ്. CE 52 സെൻറ്റ് തോമസ് കേരള തീരത്ത് കപ്പലിറങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിൽ വന്ന് സെൻറ്റ് തോമസ് 7 പള്ളികൾ സ്ഥാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിലുള്ള പള്ളി. കേരളത്തിലെ ക്രിസ്തുമത പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ക്രിസ്ത്യൻ പുരോഹിതനാണ് സേവ്യർ പുണ്യവാളൻ. സേവ്യർ പുണ്യവാളൻ തിരുവിതാംകൂറിലെത്തിയ വർഷം 1544. കേരളത്തിൽ ഇസ്ലാം മതം വ്യാപിപ്പിച്ചത് മാലിക് ബിൻ ദീനാറാണ്. 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ചേരവംശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ഭാസ്കര രവിവർമ്മയുടെ ഭരണകാലത്തിനു മുൻപ് കേരളത്തിലെത്തിയ ഇദ്ദേഹം കൊടുങ്ങല്ലൂരാണ് കപ്പലിറങ്ങിയത്. CE 629 ഇദ്ദേഹം ആദ്യ മുസ്ലിം പള്ളിയായിട്ടുള്ള കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ച വർഷം 1500.
68 ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴയ സിനഗോഗാണ്. ബ്രാഹ്മണ കുടിയേറ്റങ്ങളെക്കുറിച്ചിട്ടും അധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം ഒരു പ്രത്യേക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയായിട്ട് രൂപം കൊള്ളുന്നത് CE 9-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. കേരളത്തിൽ ബ്രാഹ്മണ കുടിയേറ്റ സമയത്ത് 32 അധിവാസ കേന്ദ്രങ്ങളാണ് രൂപപ്പെട്ടത്. ഇതിൽ ഏറ്റവും പുരാതന കേന്ദ്രം തളിപ്പറമ്പിനടുത്തുള്ള പെരുഞ്ചെല്ലൂരായിരുന്നു. കേരളത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന അധികാരഘടനയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നത് പെരുമാളിനായിരുന്നു. ദേവസ്യം ഭൂമിയുടെ ഭരണം നടത്തിയ ബ്രാഹ്മണർ അറിയപ്പെട്ടിരുന്നത് ഊരാളർ എന്ന പേരിലായിരുന്നു. ഊരാളന്മാർ ദേവസ്യം ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നത് കാരാളർക്കായിരുന്നു. ക്ഷേത്ര ജീവനക്കാർക്ക് പതിച്ചു കൊടുക്കുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് വിരുത്തി എന്ന പേരിലായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടനയുടെ കേന്ദ്രമായിരുന്നു ഊരാളർ എന്നറിയപ്പെടുന്ന ദേവസ്യം ഭൂമിയുടെ ഭരണം നടത്തിയ ബ്രാഹ്മൺസ്. പെരുമാൾ കാലഘട്ടത്തെക്കുറിച്ചിട്ട് നോക്കാം. 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം മഹോദയപുരം അഥവാ മഹോദയ്. ഇത് ആധുനിക കൊടുങ്ങല്ലൂരാണെന്നും ചില ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രശസ്ത ചരിത്ര പണ്ഡിതനായിട്ടുള്ള ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ അഭിപ്രായത്തിൽ 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ അഥവാ പെരുമാക്കന്മാരുടെ കാലഘട്ടം 800 to 1102 കേട്ടോ. അപ്പോൾ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് എന്നാണ് ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ അഭിപ്രായത്തിൽ ചേര സാമ്രാജ്യത്തിൻ്റെ അഥവാ 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ കേട്ടോ പെരുമാക്കന്മാരുടെ കാലഘട്ടം. കൊല്ലവർഷാരംഭം 824-825 CE-യിലാണ് കേട്ടോ. കുലശേഖര രാജാവായിട്ടുള്ള രാജശേഖരൻ്റെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചിട്ടുള്ളത്. അറബ് സഞ്ചാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചത് സ്ഥാണുരവിവർമ്മ കുലശേഖരൻ്റെ കാലഘട്ടത്തിലാണ്. കുലശേഖര രാജാവായിട്ടുള്ള സ്ഥാണുരവിയുടെ കൊട്ടാരം ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ മഹോദയപുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ശങ്കരനാരായണൻ രചിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഓണാഘോഷം ആരംഭിച്ച കുലശേഖര രാജാവാണ് ഭാസ്കര രവിവർമ്മ കുലശേഖരൻ. ഇദ്ദേഹം മനുകുലാദിത്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. തിരുനെല്ലി ശാസനം ഭാസ്കര രവിവർമ്മ കുലശേഖരൻ്റേതാണ് കേട്ടോ. 9-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആണ്ടുപിറപ്പുത്സവമാണ് ഓണം അഭിപ്രായപ്പെടുന്ന പണ്ഡിതനാണ് വില്യം ലോഗൻ. 2-ാം ചേര സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവാണ് രാമവർമ്മ കുലശേഖരൻ. യുധിഷ്ഠിര വിജയത്തിൻ്റെ കർത്താവായ വാസുദേവ ഭട്ടതിരി രാമവർമ്മ കുലശേഖരൻ്റെ കൊട്ടാരം സദസ്യനായിരുന്നു. പെരുമാൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളാണ് കൊടുങ്ങല്ലൂർ, കുരക്കേണി കൊല്ലം, പന്തലായിനി കൊല്ലം. സിറിയൻ ക്രിസ്ത്യാനികളുടെ വർത്തക സംഘമാണ് മണിഗ്രാമം. ജൂതന്മാരുടെ വർത്തക സംഘമാണ് അഞ്ചുവണ്ണം. ഗിൽഡുകളാണ് കേട്ടോ. ജൂതന്മാരുടേത് അഞ്ചുവണ്ണവും സിറിയൻ ക്രിസ്ത്യൻസിൻ്റേത് മണിഗ്രാമവും. മണിഗ്രാമം, അഞ്ചുവണ്ണം എന്നീ വർത്തക സംഘങ്ങളെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനാണ് തരിസാപ്പള്ളി ചെപ്പേട്. മണിഗ്രാമത്തെയും അഞ്ചുവണ്ണത്തെയും സിറിയൻ ക്രിസ്ത്യാനികളുടെയും ജൂതവിഭാഗത്തിൻ്റെയും വാണിജ്യ കോർപ്പറേഷനുകളാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർഗാണ്. പെരുമാൾ കാലഘട്ടത്തിൻ്റെ നാടുവാഴികളുടെ രക്ഷാസംഘങ്ങളായ പട്ടാള വിഭാഗങ്ങളാണ് നൂറ്റുവർ സംഘങ്ങൾ. നൂറ്റുവർ സംഘങ്ങളെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. പെരുമാൾ കാലഘട്ടത്തിൽ ഭൂപ്രഭുക്കന്മാർ സാമ്പത്തികവും സാംസ്കാരികവും ഭരണപരവുമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. ഇതറിയപ്പെടുന്നത് കച്ചങ്ങൾ എന്ന പേരിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കച്ചമാണ് മൂഴിക്കുളം കച്ചം. ഈ കച്ചത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് പരാമർശിച്ചത് ചോക്കൂർ ശാസനമാണ്. കോതരവിയുടെ അവിട്ടത്തൂർ ലിഖിതങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന കച്ചമാണ് കാടങ്കാട്ട് കച്ചം. തിരുവല്ല ചെപ്പേടിൽ പരാമർശിക്കപ്പെടുന്ന കച്ചാണ് ശങ്കരമംഗലത്ത് കച്ചം. മധ്യകാലഘട്ടത്തിൽ വിദേശി വ്യാപാരികൾ ഏർപ്പെട്ടിരുന്ന കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് വളഞ്ചിയർ എന്ന പേരിലാണ്. വലിയ വഞ്ചിയിൽ കയറി വ്യാപാരം നടത്തിയവർ വളഞ്ചിയർ എന്നും അഭിപ്രായമുണ്ട് കേട്ടോ. പെരുമാൾ കാലഘട്ടത്തെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് പെരുമാൾസ് ഓഫ് കേരള. ഇത് എഴുതിയിട്ടുള്ളത് MGS നാരായണനാണ്.